തന്ന കർത്താവെ, വിശ്വസ്തയോടെ ഞങ്ങളെ പാലിക്കുന്ന നല്ല ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ പലപ്പോഴും കർത്താവെ വഴിയറിയാതെ ഉഴറി നിന്നപ്പോഴും അവിടുന്ന് വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളെ തന്റെ വലം കരം പിടിച്ച് മുന്നോട്ട് ശരിയായ രീതി ശരിയായ വഴിയിൽ കൂടി ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പച്ച, അങ്ങേ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ കർത്താവെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തന്ന് ഞങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാതെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ സകല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങളെ വഴി നടത്തിയ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് പച്ച, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങളെയും കർത്താവെ വഴികളെയും കരുതുന്ന വിധങ്ങളെയും ഒക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ അങ്ങേ ആരാധിക്കുന്നു കർത്താവെ. വഴിയും സത്യവും ജീവനുമായ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോഴേ നീ ഞങ്ങളെ അറിഞ്ഞ ദൈവമാകുന്നു. പിന്നീട് ഞങ്ങളെ ഇങ്ങോട്ട് ഇത്രയധികം കർത്താവെ ശ്രേഷ്ഠമായി നടത്തിയ വൻകൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് പകരം നൽകുവാൻ വേറെ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവെ. ഈ സ്തുതികളും ആരാധനയും മഹത്വവും സ്തോത്രവും അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് പകരം തരുവാനില്ല. ആകയാൽ ഞങ്ങളുടെ സകല ആരാധനയും പുകഴ്ചയും മഹത്വവും അങ്ങേ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് നാം കടക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ KV സൈമൺ അച്ഛൻ ഇന്ന് നമ്മുടെ ആരാധനയിൽ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എവരെടുത്ത് പറഞ്ഞാൽ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ തയ്യാറായി ഉണ്ടായിരുന്നു. അപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇങ്ങനെ എല്ലാവരും ഒക്കെ ഉണ്ടോ എന്ന്. കാരണം ഞാനിങ്ങനെ എനിക്ക് നെറ്റ് കിട്ടി കയറാൻ ലേശം താമസിച്ചു. അപ്പൊ രാജു ബ്രദർ പറഞ്ഞു, എല്ലാവരും വന്നിട്ടുണ്ട്, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. എന്തായാലും അച്ഛന് സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി അച്ഛനെ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ? കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം പറയാൻ. കാരണം രാജു എന്നെ വിളിച്ചപ്പോൾ ഞാൻ രാജുവിനോട് പറഞ്ഞു, ഈ ദിവസങ്ങളെല്ലാം ഭയങ്കര മഴയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെറ്റിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇന്ന് ദൈവം നമുക്ക് കൃപ ചെയ്യാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, സ്തോത്രം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇസ്രയേൽ ഇറാൻ യുദ്ധം അതിൻ്റെ കൊടുമ്പിരിക്കൊണ്ട സാഹചര്യത്തിലായിരുന്നു. അവിടെ ഒരു വെടിനിർത്തൽ സമാധാന ചർച്ചയൊക്കെ ഉണ്ടായി. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയണം. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പെരുമഴ, വെള്ളപ്പൊക്കം, നദിയെല്ലാം കവിഞ്ഞൊഴുകുന്നു, ഡാമൊക്കെ തുറന്നു വിടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ധാരാളം ജനങ്ങൾ കഷ്ടപ്പെടുകയും വേദനപ്പെടുകയും ഭവനങ്ങളിൽ വെള്ളം കയറി അനേകരെ പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ ദൈവം കൃപ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാരംഭമായി അപേക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഏഷ്യ മൈനറിലുള്ള 7 സഭകൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എഫേസോസിലെ സഭയെ സംബന്ധിച്ചാണ് ധ്യാനിച്ചത്. ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്മുർണയിലെ സഭയെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ
തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൂരത്തും ചാരത്തുമായി ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, റിയാദിൽ നിന്ന് മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് പ്രാർത്ഥിച്ചവര്, ദൈവവചനം വായിച്ചവര്, സങ്കീർത്തനം വായിച്ചവര്, ധ്യാനിച്ചവര്, പാട്ടുപാടിയവര് എല്ലാവരെയും കർത്താവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെയും ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണം. കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, പരമാർത്ഥതയോടുകൂടെ നിർവഹിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയും കാവലും കരുണയും തന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അടിയനോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലൂടെയും ദൈവനാമം മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലൂടെ പ്രിയ സഹോദരി ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ആരോഗ്യത്തോടുകൂടെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവ കൃപ എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. അവർ ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് ഗോഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കൃപയുടെ ഒരു വലിയ ഗ്രന്ഥമാണ് നമ്മുടെ വേദപുസ്തകം എന്ന് പറയുന്നത്. ആ വേദപുസ്തകത്തിലൂടെ ലഭിക്കുന്ന കൃപ, ദൈവത്തിൻ്റെ കരുണ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്രയോ വലിയ സന്തോഷം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. സ്മുർണ എന്ന വാക്കിന്റെ അർത്ഥം മീറ, കയ്പ് എന്നാണ്. കയ്പ് കാടി കുടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് സ്മുർണയിലെ സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. സ്മുർണയുടെ ഇന്നത്തെ പേര് ഇസ്മിർ എന്ന് പറയുന്ന ടർക്കിയിലെ ഒരു പട്ടണമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ദൂത് നൽകുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. ആദ്യം മരിച്ചവനായിരുന്നവൻ, വീണ്ടും ജീവിച്ചിരിക്കുന്നവൻ, ആദ്യനും അന്ത്യനുമായവൻ. ഇത് നമ്മുടെ കർത്താവാണ്. കർത്താവിനെ കുറിച്ചുള്ള ഒരു വിശേഷണത്തോടു കൂടെയാണ് ഈ സ്മുർണയിലെ സഭയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂത് നൽകുന്നത്. സ്മുർണയിലെ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇറ്റ് വാസ് എ സഫറിങ് ചർച്ച്. കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന, നിരാശയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു അനുഭവമാണ് സ്മുർണയിലെ സഭയ്ക്കുണ്ടായിരുന്നത്. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നുപോയ ഒരു സഭ. ആ സഭ വിശ്വാസത്തിൽ നിലനിന്ന ഒരു സഭയായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധാരാളം രക്തസാക്ഷികളെ സൃഷ്ടിച്ച സഭ, അനേകരെ ക്രിസ്തുവിൻ്റെ വിശ്വാസം മൂലം പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും രക്തസാക്ഷികളായി തീരുകയും ചെയ്ത ഒരു സഭയായിട്ടാണ് സ്മുർണയിലെ സഭ അറിയപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് പോളികാർപ്പ്, ആ പോളികാർപ്പിനെ ഒരു രക്തസാക്ഷിയായിട്ട് സ്മുർണയിലെ സഭ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. റോമാ സാമ്രാജ്യത്തിലെ ഒരു സമ്പന്ന നഗരമായിരുന്നു. ഇവിടെ ചക്രവർത്തി ആരാധന വളരെ പ്രശസ്തമായിരുന്നു. ചക്രവർത്തി ആരാധന ശ്രേഷ്ഠമായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുന്നത്. ബാബേൽ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ചക്രവർത്തി ആരാധനയുടെ വെളിച്ചത്തിലാണ് അവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക്
പീഡന ഉപദ്രവം ഉണ്ടാകുന്നു. ബാബേൽ സംസ്ഥാനത്തുണ്ടായിരുന്ന നെബൂഖദ്നേസർ രാജാവിനെ ആരാധിക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു വലിയ സ്വർണബിംബം നിർത്തിയിട്ട് വിളംബരം ചെയ്തു. കുഴൽ, തമ്പുരു, നാദം, വീണസ്വര ഇവയുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും വന്ന് ഈ സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്ന് നെബൂഖദ്നേസർ രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചു. എന്നാൽ ഇസ്രായേൽ ദേശത്തു നിന്ന് വിളിച്ചുകൊണ്ടുവന്ന എബ്രായ ബാലകന്മാര് ആ സ്വർണബിംബത്തെ ആരാധിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിച്ചു പോകുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് മറ്റ് യാതൊന്നിനെയും ആരാധിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അവരെ പിടിച്ചുകൊണ്ടുവന്ന് എരിയുന്ന തീച്ചൂളയിലിട്ടു. എന്നാൽ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുന്നതായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്നവർ വിശ്വസിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങൾ സേവിച്ചു വരുന്ന ദൈവത്തിന് ഞങ്ങളെ രാജാവിന്റെ കൽപ്പനയിൽ നിന്നും എരിയുന്ന തീച്ചുളയിൽ നിന്നും വിടുവിപ്പാനായിട്ട് കഴിയും. ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ രാജാവ് ചുമതലയേറ്റപ്പോൾ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, 1 മാസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാനായിട്ട് സാധ്യമല്ല. കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാനിയേൽ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ദാനിയേൽ മുമ്പ് ചെയ്തതുപോലെ തന്നെ തൻ്റെ മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടുകൊണ്ട് മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതായിട്ടുള്ള ദാനിയേലിനെ ദാര്യാവേശ് രാജാവ് പിടിച്ച് സിംഹക്കുഴിയിലിട്ടു. എന്നാൽ യഹോവയായ ദൈവം, തീഷ്ണതയുള്ള ദൈവം, ദാനിയേൽ വിളിച്ചപേക്ഷിച്ചതായിട്ടുള്ള ദൈവം രാജാവിന്റെ കൽപ്പനയിൽ നിന്നും സിംഹക്കുഴിയിൽ നിന്നും ദാനിയേലിനെ വിടുവിച്ചതായിട്ട് നമുക്കറിയാം. ഏഷ്യ മൈനറിലുള്ള 7 സഭകളിൽ ഏറ്റവും അധികം പീഡനവും കഷ്ടതയും ഉപദ്രവവും ദാരിദ്ര്യവും അനുഭവിച്ചതായിട്ടുള്ള ഒരു സഭയായിരുന്നു സ്മുർന്നയിലെ സഭ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 400 പേർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാക്കപ്പെട്ടു. ഏറ്റവും അധികം രക്തസാക്ഷികൾ ഉണ്ടായിരുന്ന ഒരു സഭയാണ് സ്മുർന്നയിലെ സഭ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ബിഷപ്പ് പോളികാർപ്പിനെ കുറിച്ച്. രക്തസാക്ഷി മരണം വഹിച്ച വ്യക്തിയായിരുന്നു ബിഷപ്പ് പോളികാർപ്പ്. ക്രിസ്തുവിനെ തള്ളിപ്പറയാനായിട്ട് അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. അദ്ദേഹം പറഞ്ഞത് 80 and 60 Christ. He was good to me. He had not done any wrong to me. അദ്ദേഹം തന്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നതായുള്ള സമയത്ത് അവരുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാനായിട്ട് ആ ഭരണകൂടം തീരുമാനിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു തൂണിൽ കെട്ടിയിട്ടിട്ട് തീ കൊളുത്തി അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാനായിട്ട് തീ കൊളുത്തി. എന്നാൽ ആ തീ അദ്ദേഹത്തിന് ചുറ്റും തീ മതിലായിട്ട് നിന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ആ തീ മതിലാക്കി തീർത്തു, ഈ പോളികാർപ്പിനോട് അടുക്കാതെ തന്നെ. എന്നാൽ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കുന്തം കുത്തിക്കൊല്ലുകയായിരുന്നു എന്നാണ് സഭാചരിത്രം പറയുന്നത്. ആദിമസഭയിലെ സ്തേഫാനോസിന്റെ രക്തസാക്ഷി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ദൈവത്തിന്റെ ആലോചന അവിടെ കൂടിയിരുന്ന സകല ജനത്തോടും അറിയിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നു. അത് കേട്ടതായിട്ടുള്ള പ്രമാണിമാർക്ക്, മൂപ്പന്മാർക്ക് അതിനോട് പൊരുത്തപ്പെടുവാനായിട്ട് സാധിക്കാതെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് അവർ തീരുമാനിച്ചു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് വന്നപ്പോൾ
ആ കല്ലെറിഞ്ഞ് കൊന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവനാണ് തർസോസുകാരൻ ശൗല്. ആ ശൗലാണ് പിന്നീട് ക്രിസ്തീയ സഭയെ ഉപദ്രവിക്കുവാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ചതായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നു. സ്തേഫാനോസിന്റെ മരണത്തിന് ശേഷം ആദിമ സഭയിലെ വിശ്വാസികൾ നാനാഭാഗത്തേക്ക് ചിതറിപ്പോയി. അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. ശമരയിലും ചുറ്റുപാടുകളിലും എല്ലാം സുവിശേഷം പ്രസംഗിച്ചു. ധാരാളം ആളുകൾ ക്രിസ്ത്യാനികളായി തീർന്നു. ശമരയിലെ ഈ മന്ത്രവാദം ഒക്കെ ചെയ്തു വന്നിരുന്നതായിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പീഡനത്തിന്റെ കണക്കുകൾ ഈ അടുത്ത സമയത്ത് വന്നത് ഞാൻ നിങ്ങളുടെ അറിവിനായിട്ടൊന്ന് പറയുകയാണ്. 2015 177 പീഡന പരമ്പരകൾ നമ്മുടെ ഭാരതത്തിലുണ്ടായി. 2279 2021 505, 2022 599, 2023 731. ഓരോ വർഷം കഴിയുന്തോറും ക്രിസ്തീയ പീഡനത്തിന്റെ കണക്ക് കൂടി വരുന്നതാണ് നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം പറയുന്നത്. 2024 ആദ്യത്തെ 75 ദിവസങ്ങളിൽ 161 പീഡന സംഭവങ്ങൾ ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മണിപ്പൂരിലെ നടന്ന ഭീകര സംഭവങ്ങൾ, നരഹത്യ, സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ക്രൂരമായ പീഡനങ്ങൾ, ഇതൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട സംഭവങ്ങളാണ്. ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ഇന്ന് ക്രിസ്തീയ സഭ, ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാജ്യങ്ങളിൽ ചിലത് ഞാൻ രേഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നോർത്ത് കൊറിയ, സൊമാലിയ, ലിബിയ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ഇറാഖ്, ചൈന, ലാവോസ്, ക്യൂബ, മൊറോക്കോ, ഉസ്ബെക്കിസ്ഥാൻ, ബംഗ്ലാദേശ്, നിക്കറാഗ്വേ, എത്യോപ്യ, ടുണീഷ്യ, വിയറ്റ്നാം, ഭൂട്ടാൻ, ഈജിപ്ത്, കോങ്കോ, ഇന്തോനേഷ്യ, കാമറൂൺ, ഈ സ്ഥലങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളാകുന്ന അനേക സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യ അണ്ടർ മോഡി ഗവൺമെന്റ് ക്രിസ്ത്യാനികൾ ധാരാളം സംസ്ഥാനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഛത്തീസ്ഗഡില്, മണിപ്പൂരില്, രാജസ്ഥാനില് എന്ന് വേണ്ട, ബീഹാറില് പല സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. തുർക്കിയിലെ ഓട്ടോമൻ മുസ്ലിം ഭരണകൂടം ആസൂത്രിതമായി വംശഹത്യ, അസീറിയയിൽ വംശഹത്യ, ബൾഗേറിയയിൽ കൂട്ടക്കൊല 1914 മുതൽ 1923 വരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 15 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത സംഭവ പരമ്പരകൾ ഈ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും പേരിലുള്ള ദൈവാലയം ഇപ്പോൾ ഇസ്ലാമിന്റെ ഹാരാൻ യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ ദൈവാലയങ്ങളും നശിപ്പിച്ച് അവിടെയെല്ലാം മോസ്കുകൾ തീർത്തു.
ഇന്ത്യയിൽ ഹിന്ദുത്വ തീവ്രവാദികളും RSSും ചേർന്ന് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, എത്ര ക്രിസ്തീയ ദേവാലയങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ചുട്ടുകരിച്ചത്? എത്ര ക്രിസ്തീയ മിഷണറിമാരെ ചുട്ടുകരിച്ചു? ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകൾ, പള്ളികൾ എല്ലാം തകർത്തു. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നതുപോലെ ദേശത്തിൽ അവർ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു എന്ന് പറയത്തക്ക ആ ഒരു അനുഭവം നമ്മുടെ ദേശത്ത് മണിപ്പൂരിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടായി. സ്മിർന എന്ന സഭയെക്കുറിച്ച് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ആ പേരിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. സ്മിർന എന്ന വാക്ക് SMYRNA, ഈ 5 അക്ഷരങ്ങൾ അടങ്ങുന്ന ഈ സ്മിർന എന്ന് പറയുന്ന സഭ, എസ് എന്ന് പറയുന്നത് സഫറിങ് ചർച്ച്, കഷ്ടത അനുഭവിക്കുന്ന സഭ, വേദന അനുഭവിക്കുന്ന സഭ, പീഡനം അനുഭവിക്കുന്ന സഭ, ഉപദ്രവം അനുഭവിക്കുന്ന സഭ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനായിട്ട് ഒരുക്കമുള്ളതായ ഒരു സഭയായിരുന്നു സ്മിർനയിലെ സഭ എന്ന് പറയുന്നത്. കർത്താവ് അരുളി ചെയ്ത നിയോഗങ്ങളെ അതേപടി ഏറ്റെടുത്ത് നടപ്പാക്കിയ സഭയാണ് സ്മിർനയിലെ സഭ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ ആ അനുഭവം അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചതായിട്ടുള്ള ഒരു സഭയായിട്ട് സ്മിർനയിലെ സഭയെ രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പർവ്വത പ്രസംഗത്തിൽ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുകയും പഴിക്കുകയും ചെയ്യുമ്പോൾ, സകലവിധ തിന്മകളും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പീനെന്ന് പറയുന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ എന്ന് കർത്താവ് അരുളി ചെയ്തു. മഹാപീഡനകാലത്തെ കുറിച്ച് കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹോപദ്രവകാലം വരുന്നു. ആ നാളുകൾ ചുരുങ്ങാതെ ഇരുന്നാൽ ആരും രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല എന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ പ്രസ്താവിച്ചിട്ടുണ്ട്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞുവെന്ന് നമ്മൾ വായിക്കുന്നു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി എല്ലാവരെയും ദഹിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് സ്മിർന എന്ന് പറയുന്നത്, ഒന്ന് സഫറിങ് ചർച്ച്, 2 M എന്ന അക്ഷരം ചേർത്ത് മാർട്ടിയേഴ്സ് ചർച്ച്, രക്തസാക്ഷികളുടെ സഭയാണ് സ്മിർനയിലെ സഭ. ഏറ്റവും കൂടുതൽ വിശ്വാസികൾ, രക്തസാക്ഷികളായ സഭ. ബിഷപ്പ് പോളികാർപ്പിന്റെ കാര്യം ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. ക്രിസ്തീയ പീഡനത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് സ്മിർനയിലെ സഭ. അതിന് പകരം വയ്ക്കാൻ ഒരു സഭ ഇന്ന് വരെയും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുകയും അതിൽ അടിസ്ഥാനപ്പെട്ട് മുൻപോട്ട് പോവുകയും കർത്താവിന്റെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്ത വിശ്വസ്തമായ ഒരു സഭയായിരുന്നു സ്മിർനയിലെ സഭ. 3-ാമത്തെ അക്ഷരം യോക്ക്, കർത്താവിന്റെ നുകം. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു, എന്നോട് ചേർന്ന് പഠിക്കുവിനെന്ന് കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവിന്റെ നുകം ഏറ്റുകൊണ്ട് മരണപര്യന്തം വിശ്വസ്തരായി നിലകൊണ്ട ഒരു സഭയായിരുന്നു സ്മിർനയിലെ സഭ. സാത്താന്റെ പള്ളിക്കാർ എന്ന ഒരു പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്.
സ്മുർണയിൽ ചക്രവർത്തി ആരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. മറ്റുള്ള എല്ലാ മതങ്ങളെയും ആരാധനകളെയും നിരോധിച്ചിരുന്നു. എന്നാൽ യഹൂദ മതത്തെ ചക്രവർത്തിമാർ നിരോധിച്ചില്ല, അവരെ പ്രോത്സാഹിപ്പിച്ചു. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. യഹൂദന്മാർ ക്രിസ്തുവിനെയോ ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ അനുകരിക്കായ കൊണ്ട് യഹൂദന്മാരുടെ ആ ചക്രവർത്തി ഉപദ്രവിച്ചിരുന്നില്ല. അവരുടെ മതവും ആരാധനയും കപടമതമായിരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാത്താന്റെ പള്ളിക്കാർ എന്നുള്ള ഒരു നാമകരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തോട് കൂട്ടുകൂടുകയും സാത്താനോട് പങ്കുചേരുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കപടഭക്തിക്കാരുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കപടഭക്തിക്കാരെയാണ് സാത്താന്റെ പള്ളിക്കാരെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് തന്നെ യഹൂദന്മാരോടുള്ള സംവാദത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിരുന്നുവെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാകുമായിരുന്നു, അബ്രഹാമിന്റെ പ്രവൃത്തി ചെയ്യുമായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആളുകളെ കർത്താവ് സംബോധന ചെയ്യുന്നത് പിശാചിന്റെ മക്കൾ എന്നാണ്. യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ സ്നാപനത്തിനായിട്ട് വന്നതായിട്ടുള്ള സമയത്ത് യോഹന്നാൻ സ്നാപകനും അഡ്രസ് ചെയ്ത് എങ്ങനെയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണെന്ന് ചോദിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ഏത് വ്യക്തിയും സാത്താന്റെ കൂട്ടാളികളാണ് എന്ന് കർത്താവ് വ്യക്തമായി പ്രസ്താവിച്ചു. 4-ാമത്തെ അക്ഷരം റിപ്രോച്ച്, പരിഹാസം. കർത്താവിനെ സ്വീകരിക്കുന്നവരും കർത്താവിനെ സാക്ഷിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഏറ്റുപറയുന്നവരും പരിഹസിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. യഹൂദന്മാരായവരിൽ നിന്ന് അപമാനവും നിന്ദയും പരിഹാസവും ഏറ്റുവാങ്ങിയതായിട്ടുള്ള ഒരു സഭയായിരുന്നു. യഹൂദ മതാനുസാരികൾ ചക്രവർത്തിയോടൊത്തു നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെയും ക്രിസ്തു വിശ്വാസികളെയും ഉപദ്രവിക്കുന്നതിന് കൂട്ടുനിന്നു. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. ഇന്നും വിശ്വാസികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നീതിബോധവും ന്യായവും ഒക്കെ പ്രവർത്തിക്കുന്നതിൽ നിസ്സംഗത പുലർത്തുന്നു എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു സംഗതിയാണ്. ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സത്യമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമായതോ പുകഴ്ചയോ എല്ലാം ചിന്തിച്ചുകൊള്ളുവിൻ. എപ്പോഴും കൊണ്ടിരിക്കണം, അതിൽ ശുഷ്കാന്തി കാട്ടണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറയുന്നു. 10 ദിവസം എന്ന് പറയുമ്പോൾ അത് ഒരു അല്പകാലത്തേക്കുള്ള ഉപദ്രവം എന്നാണ് പറയുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു എന്ന് പൗലോസ്ലീഹാവിന്റെ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഉപദ്രവം എന്ന് പറയുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത്, പീഡനം എന്ന് പറയുന്നത് നിത്യകാലത്തേക്കുള്ളതല്ല, തൽക്കാലത്തേക്കും ചുരുങ്ങിയ കാലത്തേക്കുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഉണ്ട്. ആ തേജസ് വിചാരിച്ചാൽ നൊടി നേരത്തേക്കുള്ള കഷ്ടം സാരമില്ല എന്ന് എണ്ണുന്നു എന്ന് പൗലോസിനോട് ചേർന്ന് നമുക്കും പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്മുർണ എന്ന് പറയുന്ന സഭയുടെ 1-ാമത്തെ അക്ഷരം എസ്, സഫറിംഗ് ചർച്ച്. 2-ാമത്തെ അക്ഷരം എം, മാർട്ടിയസ് ചർച്ച്. 3-ാമത്തെ അക്ഷരം വൈ, ഈൽഡിംഗ് ചർച്ച്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സഭ. 5-ാമത്തെ അക്ഷരം എൻ,
നോൺ കോംപ്രമൈസിങ് ചർച്ച്, ലോകത്തോട് പൊരുത്തപ്പെടാത്തതായിട്ടുള്ള സഭ, ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നതായുള്ള സഭ, തിന്മയോട് യാതൊരു ഒത്തുതീർപ്പും കൂടാതെ തിന്മയോട് എതിർത്ത് നിൽക്കുന്ന സഭ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ഉപദ്രവം ഉണ്ടായത്. അതുകൊണ്ടാണ് സാത്താൻ അവരെ പരീക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുക. സാത്താന്റെ കെണിയിൽ വീഴാതിരിപ്പാൻ നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് കർത്താവ് ഉപദേശിച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. സാത്താന്റെ പരീക്ഷകളിൽ വീഴാതിരിക്കാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളണമെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ളതായ വാക്യങ്ങളിൽ പറയുന്നു. സാത്താന്റെ കെണിയിൽ വീഴുന്നത് വളരെ അപകടകരമാണ്. സാത്താൻ കെണി ഒരുക്കി നിൽക്കുകയാണ്. ഏത് വിശ്വസ്തനം എപ്പോൾ അവന്റെ പക്ഷത്തേക്ക് ചേർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സാത്താൻ ചുറ്റി തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവന്റെ കെണിയിൽ വീണാതിരിപ്പാൻ സൂക്ഷിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ്. 6-ാമതായിട്ട് സ്മുർണ എന്ന് പറയുന്ന അക്ഷരം എ ആണ്. അപ്പോളജറ്റിക്, വിശ്വാസ സ്ഥിരത വെളിപ്പെടുത്തിയതായിട്ടുള്ള ഒരു സഭയായിരുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും വിശ്വാസം സംരക്ഷിക്കുകയും ചെയ്യും. മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന് പറയുന്നു. യാക്കോബ് ശ്ലീഹ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും എന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. അവൻ തികഞ്ഞവനായി തീർന്ന് ജീവന്റെ കിരീടം പ്രാപിക്കും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ജീവകിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം നാം എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഈ ഏഷ്യ മൈനറിലെ സഭകളെ പറ്റി ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അന്നത്തെ സഭയ്ക്ക് വേണ്ടി എഴുതിയത് മാത്രമല്ല ഈ ലേഖനങ്ങൾ. ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സഭയ്ക്ക് ഇതിന്റെ പ്രസക്തി എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്മുർണയിലെ സഭ നമ്മളോട് പറയുന്നത് എന്താണ്? കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വഴികളിൽ സ്ഥിരമായി നിൽക്കുക. ഭാരതത്തിൽ നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ പീഡനം അനുഭവിക്കുന്നു. എത്രയോ പേർ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് പൗലോസ് പറയുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? നോഹ 120 വർഷം പ്രസംഗിച്ചു. നോഹയുടെ പ്രസംഗത്തിന്റെ ശബ്ദമാരും ശ്രവിച്ചില്ല. നോഹ പറഞ്ഞതായിട്ടുള്ള കാര്യം, വലിയ ജലപ്രളയം ഉണ്ടാകാനായിട്ട് പോകുന്നു, ദൈവം കൽപ്പിച്ച് പെട്ടകമുണ്ടാക്കി, എല്ലാവരും വന്ന് പെട്ടകത്തിൽ അഭയം പ്രാപിക്കുക, രക്ഷപ്പെടുക എന്ന് നോഹ, നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചിട്ട് ആരും അത് ചെവിക്കൊണ്ടില്ല. അതിന്റെ ഫലമായിട്ട് എല്ലാവരും നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോഹയെ കുറിച്ച് പറയുന്നത്, നോഹ തന്റെ തലമുറയിൽ നീതിമാനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നോഹ തന്റെ തലമുറയിൽ നീതിമാനായിരുന്നു. യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു.
ദൈവത്തിന്റെ അരുളപ്പാട് അവൻ അപ്പാടെ വിശ്വസിച്ചു, ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ അതുവരെയും മഴ പെയ്യാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലെ സസ്യങ്ങൾ നിലത്തുള്ള മഞ്ഞുകൊണ്ട് വളർന്നു വന്നുവെന്നാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ദൈവം നോഹയോട് പറയുന്നത്, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കാനായിട്ട് പോകുന്നു, അതുകൊണ്ട് നീ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കണം, ആ പെട്ടകത്തിൽ നീയും നിന്റെ കുടുംബാംഗങ്ങളും കയറണം, നീ പ്രസംഗിക്കുന്ന ആളുകൾ ആരെങ്കിലും മാനസാന്തരപ്പെട്ടാൽ അതിനകത്ത് കയറണം, ഭൂമിയിലെ സകല ജീവജാലങ്ങളെ അതിനകത്ത് കയറ്റണമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അരുളപ്പാട് നോഹ അതുപോലെ അനുസരിച്ചു. മഴ പെയ്യാതിരുന്ന കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ വിശ്വസിക്കുമോ? എന്നാൽ നോഹ അതുപോലെ വിശ്വസിച്ചു. ഉൽപ്പത്തി 6:22 പറയുന്നത്, ദൈവം കൽപ്പിച്ചതുപോലെ നോഹ ചെയ്തു, അവൻ ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ അരുളപ്പാട് അപ്പാടെ അനുസരിച്ച് അതിനെ സ്വീകരിച്ച് അതിനെ പ്രമാണിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നോഹ. പിന്നീട് പറയുന്നു, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത് എന്നാണ്. അബ്രഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ചവനാണ്. അബ്രഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിന്റെ സ്വന്തം സഹോദരന്റെ പുത്രനായിട്ട് ജീവിച്ച് അബ്രഹാം പോയ സ്ഥലങ്ങളിലൊക്കെ പാർത്ത് എല്ലാം സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയായിരുന്നു ലോത്ത്. അബ്രഹാമും ലോത്തും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അബ്രഹാം പോയ സ്ഥലങ്ങളിൽ കൂടാരം അടിക്കുകയും യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 12-13 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പോയ സ്ഥലങ്ങളിലെല്ലാം കൂടാരമടിക്കുകയും യാഗപീഠം പണിയുകയും ചെയ്തു. എന്നാൽ ലോത്ത് പോയ സ്ഥലങ്ങളിലൊന്നും യാഗപീഠം പണിതില്ല, ദൈവത്തെ ആരാധിച്ചതായിട്ട് കാണുന്നില്ല. അവൻ അവിടെ പാർത്തു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലോത്ത് പട്ടണമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. പട്ടണവാതിൽക്കൽ ഇരുന്നവനായിട്ടുള്ള ലോത്ത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവിടെ അവർ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുന്നു. മക്കളോടോ മരുമക്കളോടോ ഈ ദൈവത്തെക്കുറിച്ചോ ദൈവിക ആരാധനകളെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. പറയാതിരുന്നപ്പോൾ യഹോവയായ ദൈവം ദൂതന്മാരെ അയച്ച് ലോത്തിനെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുവാനായിട്ട് തീരുമാനിച്ചു. ലോത്തിനോട് പറഞ്ഞു, ഞാൻ ഈ പട്ടണം നശിപ്പിക്കാനായിട്ട് പോകുന്നു, അതുകൊണ്ട് നീയും നിനക്കുള്ളവരും ഇവിടെ നിന്ന് പുറപ്പെടുക. ലോത്ത് പുറപ്പെടുവാനായിട്ട് തീരുമാനിച്ചു. ലോത്തിന്റെ ഭാര്യ ഇതാ പോകാനായിട്ട് തീരുമാനിച്ചു എങ്കിലും പുറകോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ ആ സഹോദരി തൻ്റെ ഭവനത്തിന്റെ സമ്പത്തും സമ്പൽ സമൃദ്ധിയും മനസ്സിൽ വെച്ചുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉപ്പുതൂണായി നിലകൊണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട്. തൻ്റെ 2 പെൺമക്കൾ, അവരെ വിവാഹം കഴിപ്പാനുള്ളതായ ആളുകൾ അവരോട് പറഞ്ഞു, ദൈവം ഈ പട്ടണം നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ലോത്തിന്റെ പെൺമക്കളെ വിവാഹം കഴിപ്പാനുള്ള ആ മരുമക്കളായിട്ട് അവർ തിരഞ്ഞെടുത്തതായിട്ടുള്ള ആളുകൾക്ക് അവർ പറയുകയാണ്, ആ ലോത്ത് പറയുന്ന ഒരു തമാശ പോലെ തോന്നിയെന്ന്. ദൈവത്തിന്റെ വചനം ചിലർക്ക് തമാശ, ദൈവത്തിന്റെ വചനം ചിലർക്ക് കളിയാക്കലാണ്, ദൈവത്തിന്റെ വചനം ചിലർക്ക് പരിഹാസമാണ്. യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകും.
ആ പരിഹാസികൾ വന്ന് നിങ്ങളെ തെറ്റിക്കുവാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയില് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആയുസ്സിനെ കഴിക്കണമെന്ന് യൂദായുടെ ലേഖനത്തിൽ പറയുന്നു. വീഴാതെ നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. യൂദായുടെ ലേഖനത്തിൽ നഷ്ടപ്പെട്ടു പോയ അനേക ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട്. അവിടെ പല ആളുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കായന്റെ കോപം, അതുപോലെ തന്നെ ഏശാവ് അനുഗ്രഹമില്ലാതെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവാചകനായ ബിലെയാം, അനീതിയുടെ കൂലി കൊതിച്ച് ദൈവത്തിന് വിരോധമായി സഞ്ചരിച്ചതായിട്ടുള്ള പ്രവാചകൻ വാളിനിരയായി തീർന്നു. സംഖ്യാപുസ്തകം 31 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ പ്രവാചകനായ ബിലെയാമിനെ അവർ വാൾ കൊണ്ട് കൊന്നു. ദൈവജനത്തെ ശപിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചവൻ, ദൈവജനത്തെ അനുഗ്രഹിക്കേണ്ടതിന് പകരം ദൈവജനത്തെ ശപിക്കുവാനായി ഇറങ്ങിത്തിരിച്ചതായിട്ടുള്ള ബിലെയാം ഇതാ പിടിക്കപ്പെട്ട് വാളിന്റെ വായ്ത്തലയാൽ കൊല്ലപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായി. ദൈവത്തോട് മറുതലിച്ചതായിട്ടുള്ള അനേക ആളുകളുടെ ചരിത്രങ്ങൾ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. സംഖ്യാപുസ്തകം 16 അധ്യായത്തിൽ അവിടെ കോരഹും അവനോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളും ദൈവത്തിന് വിരോധമായി, മോശയ്ക്ക് വിരോധമായി, അഹ്റോന് വിരോധമായി അവിടെ കൂട്ടുകൂടി ആരാധനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതായുള്ള സമയത്ത് ഭൂമി വിളർന്നവരെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ അവിടെ ഒരു വാക്യപ്രകാരം രേഖിട്ടുണ്ട്, എന്നാൽ കോരഹന്റെ പുത്രന്മാരോ മരിച്ചില്ല. കോരഹനെ അവനോട് കൂടെയുള്ള ആളുകളെയും ഭൂമി വിളർന്ന് വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ കോരഹന്റെ പുത്രന്മാർ മരിച്ചില്ല. കാരണം അവർ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ അഭയം പ്രാപിച്ചവരാണ്. അതുകൊണ്ടാണ് കോരഹന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം നമ്മൾ ഇന്ന് വായിക്കുന്നത്. 12 സങ്കീർത്തനങ്ങൾ കോരഹന്റെ പുത്രന്മാർ രചിച്ചത് ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട്, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് അവർ നഷ്ടപ്പെടാതെ നശിച്ചു പോകാതെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായ അനുഭവം അവരിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് വിഭാഗിച്ച് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിച്ചതായിട്ടുള്ള സ്മുർന്നയിലെ സഭ വളരെയധികം കഷ്ടതയും പീഡനവും കയ്പിന്റെ നീര് കുടിച്ചിറക്കിയതായിട്ടുള്ള ആ സ്മുർന്നയിലെ സഭ വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടെ നിലനിന്നതിന്റെ ഫലമായി ദൈവത്തിന്റെ ആത്മാവരോട് പറയുകയാണ്, മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം, എന്നാൽ നിങ്ങൾ ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന് പറയുന്നു. ജയിക്കുന്നവന് ഞാൻ ജീവന്റെ കിരീടം തരുമെന്ന് പറയുന്നു. അതുകൊണ്ട് ജീവകിരീടം പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളോട് ഇന്നായിരിക്കുന്ന ഈ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ഏഷ്യാമനിലുള്ള 7 സഭകൾ, ആ സഭകളോട് അരുളി ചെയ്തതായിട്ടുള്ള ദൂത് ഇന്ന് നമുക്കുള്ള ദൂതാണ്. കർത്താവിന് വേണ്ടി ക്രൂശമരണം, ക്രൂശെടുത്ത് അവനെ അനുഗമിപ്പാൻ, ദിനംതോറും അവനെ അനുഗമിപ്പാൻ, കഷ്ടതയുടെ കയ്പുനീരിന്റെ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവത്തെ സ്നേഹിക്കുവാൻ, സാത്താന്റെ കെണികളിൽ വീണു പോകാതിരിപ്പാൻ, ദൈവത്തിന്റെ ആലോചന ശ്രദ്ധിപ്പാൻ, ദൈവ വഴികളിൽ സഞ്ചരിപ്പാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ അനുഗമിപ്പാൻ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. താങ്ക് യു അച്ഛൻ. സ്മൃതിയിലെ സഭയെ പറ്റി വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന അച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇത്രയും സ്മൃതിയുടെ സഭയെ പറ്റി ഇത്രയേറെ ഡീറ്റെയിൽസ് അച്ഛൻ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വളരെ ബുദ്ധിമുട്ടി വളരെ കാര്യങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നു. അതില് ഈ ചില രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. ഇത് ഇത്രയൊക്കെ രാജ്യങ്ങൾ പീഡനം ഏറ്റുവാങ്ങുന്നു എന്ന് കേട്ടു. അപ്പോ അത് ഒരു പരിധിവരെ അതിന്റെ ആ കൂട്ടത്തിൽ തന്നെയാണ് അച്ഛൻ ഇന്ത്യയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ നമുക്ക് അത് മനസ്സിലാകുക. എന്തിനാ വടക്കേ ഇന്ത്യയിൽ പോകുന്നു? കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും സ്മൃതയിലെ സഭയിൽ ഒത്തിരി രക്തസാക്ഷികൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. വിശ്വാസത്തെ വീരന്മാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ അവർക്ക് അവരെ നാം ഓർക്കുകയും അവരെ പോലെ തന്നെ നമുക്കും കർത്താവായ യേശു ക്രിസ്തുവിനായി നിലനിൽക്കാൻ ദൈവം സാധിക്കട്ടെ എന്നാണ് അച്ഛൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. നമുക്കും തീർച്ചയായിട്ടും ദൈവിക കാര്യങ്ങൾ അധികമായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കും ദൈവനാമത്തിന്റെ സ്പ്രെഡിങ് മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തുടർന്ന് പ്രിയ സണ്ണി ബ്രദർ ഒരു പാട്ട് പാടും. സോറി, സണ്ണി ബ്രദറുടെ പ്രാർത്ഥനയാണ്, പാട്ടല്ല. സോറി. സണ്ണി ബ്രദർ നാം കേട്ട വചനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളെ അളവിടാ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പല ഭാഗങ്ങളിലായിരുന്ന് ഒന്നിച്ചങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇടകളാന്ന് ഞങ്ങളെ ഈ സമയം ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകൽ അന്ത്യത്തോളം കണ്ണിന്റെ കൃഷ്ണണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ആപത്തിനർത്ഥങ്ങളിൽ ഞങ്ങളെ വിടുവിച്ച കൃപകൾക്കായി സ്തോത്രം. അനേകർ കർത്താവെ പ്രകൃതിയുടെ ദുരന്തത്താല് മഹാമാരിയാലൊക്കെയും ഭാരപ്പെടുമ്പോൾ കർത്താവെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങൾക്ക് പൂഴുവാൻ ഒന്നുമില്ല കർത്താവെ. അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും നിർത്തുന്നതിനാൽ മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങ് നടത്തുന്നതിനാൽ മാത്രമാണ് ഞങ്ങൾ നടക്കുന്നത്. കർത്താവെ, ഞങ്ങൾ കേട്ട വചനപ്രകാരം കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ പാത പിൻപറ്റി ജീവിപ്പാന് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ആ കേട്ട വചനം ഞങ്ങളിൽ അത് ആഴങ്ങളിൽ അത് വേരൂന്നി വളരുവാന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളിൽ കർത്താവെ, ഹല്ലേലൂയ, വേരൂന്നി വളർന്നത് ഞങ്ങളിൽ നല്ല ഫലം കായ്ച്ച് ഞങ്ങളിലൂടെ അത് മറ്റുള്ളവർക്കും പ്രയോജനമായി തീരുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി കർത്താവെ കഷ്ടം അനുഭവിപ്പാന് കർത്താവെ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ കയ്പിന്റെ പാനപാത്രം ഞങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അതും പെറുപെറുപ്പില്ലാതെ സന്തോഷത്തോട് വാങ്ങി പാനം ചെയ്യുവാന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ വചനം കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും ഞങ്ങളുടെ രൂപാന്തരത്തിനും കാരണമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പൈശാചികളെ ആരെയും ചതിപ്പാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മരണപര്യന്തം കർത്താവെ വിശ്വസ്തരായി കർത്താവെ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. ആ വാടാത്ത കിരീടം പ്രാപിപ്പാന് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ക്രിസ്തുവിൽ ഉണർന്നിരിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. സാത്താൻ ഞങ്ങളെ ആരെയും ചതിപ്പാൻ ഇടയാകല്ലേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ രൂപാന്തരത്തിനും ശുദ്ധീകരണത്തിനും കാരണമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ മതി. ഓരോ ദിവസവും അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിർത്തുന്നതിനാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ആ കരുണയ്ക്കായി, ദീർഘക്ഷമയ്ക്കായി, മഹാദയയ്ക്കായി, ആ നിത്യ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്തു. പലപ്പോഴും അപ്പൊ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അവിശ്വസ്തരായി പോയപ്പോഴ്, വെറുവെറുപ്പുള്ളവരായി പോയപ്പോഴ് ഞങ്ങളെ തള്ളിക്കളയാതെ അങ്ങ് വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഇരുന്ന കൃപകൾക്കായി സ്തോത്ര. കർത്താവേ, ഇത്രയും പേർക്ക് കുടുംബമായ വാളാമൃതിയായി അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുവാന് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. ഓരോരുത്തരെയായി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ തരുന്ന കർത്താവെ, പലരും കർത്താവെ പലവിധമായ ആവശ്യഭാരങ്ങളുമായിട്ടൊക്കെയും ആയിരിക്കുന്നു. രോഗത്തിലും ദുഃഖത്തിലൊക്കെയും ആയിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ ദൈവിക സമാധാനം കൊടുക്കണമേ, ദൈവിക സന്തോഷം കൊടുക്കണമേ കർത്താവെ, രോഗസൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. അതിലുപരിയായി ആരും നഷ്ടപ്പെട്ടു പോകാതെ ആ നിത്യതയിൽ കാണുവാൻ തക്കവണ്ണം ഓരോരുത്തരെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ അച്ഛനെയും തിരുസനിലേക്ക് തരുന്ന കർത്താവെ, എത്രത്തോളം അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാനായി എടുത്ത് ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം.
തുടർന്നും കർത്താവെ അനേകരെ കർത്താവെ സത്യത്തിന്റെ വഴി കാണിക്കുവാന്, സത്യം മനസ്സിലാക്കി കൊടുക്കുവാന് കർത്താവെ അച്ഛനെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനം പറയുന്ന എല്ലാ മക്കളെയും തിരുസലിലേക്ക് തന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ വചനം പറയുന്നവരുണ്ട് കർത്താവെ, അവരെയൊക്കെയും തിരുസനിലേക്ക് തരുന്നു. പ്രതികൂലങ്ങളെ മാറ്റി അനുകൂലമാക്കി കൊടുക്കണമേ. ലോകത്തിന്റെ 5 വൻകരകളിലും കർത്താവെ സുവിശേഷം വ്യാപരിപ്പാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ചുരുക്കം ചിലരായി നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ സാധിച്ചുവെങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു. ആരാധനയുടെ അവസാന ഭാഗത്തോട്ട് നാം കടക്കുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് അടുത്ത പ്രിയ മിനി എബ്രഹാം അവരുടെ ഒരു പാട്ടും ഇന്റർസെസറി പ്രേയർ പ്രിയ മോളി രാജു നടത്തുന്നതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു ഉപസംഹാരം എന്നുള്ള തരത്തില് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ ഈ ഒരു കൂടിവരവിലുള്ള പലരുടെയും ജീവിതത്തില് പല പ്രശ്നങ്ങളിലൂടെ പലരും കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം പലരും ആരാധനയുടെ കാര്യങ്ങളിലും ആ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ഇംഗ്ലീഷിലെ വാക്ക് പറഞ്ഞാൽ ലാക്സിറ്റി, അത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അംഗങ്ങളുടെ തന്നെ ശക്തമായിട്ടുള്ള മടങ്ങി വരവിനും കൂട്ടായ്മയ്ക്കും ആളുകൾ തമ്മിലുള്ള ബന്ധത്തിനും വേണ്ടി നാം ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും മാത്രമല്ല, ഫെലോഷിപ്പ് കൂടെയാണ്. അപ്പോ ഞാൻ പണ്ട് റിയാദ് നമ്മളവിടെ കൂടുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ അങ്ങനെ ആയിരുന്ന. അപ്പോ ആ തരത്തിൽ ഒരു സന്തോഷത്തിന്റെ ഒരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ, എല്ലാവരുടെയും വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ദൈവം സഹായിക്കട്ടെ. പ്രിയ മിനി സിസ്റ്റർ ഒരു പാട്ട് പാടുന്നതായി. അൻപിൻ യേശുനാഥാ നിന്നെ കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ അൻപിൻ യേശുനാഥാ താഴ്വരയിൽ ഞാൻ ഭയപ്പെടില്ല, ജയിച്ചവനെ നിന്നെ ആശ്രയിക്കാം. എന്തോ ഞാൻ ദൈവമേ ഞാൻ കിടന്നു എന്നെ തേടി വന്നവനെ യേശുനാഥാ ജീവനോ മരണമോ ഏതായാലും കുശവൻ കയ്യിൽ കളിമൺ പോൽ ഗുരുവേ എന്നെ നൽകിടുന്നേ യേശുനാഥാ എന്നെ സമാക്കാം. രോഗം നാശം നിന്നതുഷേ വേറെ വന്നാലോ വാഴും
യേശുപാദത്തിൽ ഞാൻ മൊത്തം ചെയ്യും അവന്റെ യേശുനാഥ ഇന്റർസെസറി പ്രേയറിൽ പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ശ്രീമതി മോളി രാജു പ്രാർത്ഥനയിൽ നമ്മൾ വഴി നടത്തും. നാം സാധാരണ ഓർക്കുന്നത് പോലെ ബർത്ത്ഡേ ആഘോഷിച്ചവർ, ആനിവേഴ്സറി ആഘോഷിച്ചവർ, ഇന്ന് ആരാധനയിലെ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുത്തവർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു ഞങ്ങളെ അതിവാസമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പരമപിതാവാം ദൈവമേ. കർത്താവേ, ഈ കർത്താവ് അവിടുത്തെ ചേർന്ന് കടന്നു വരുവാൻ വിലയേറിയ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുത്തെ മുഖത്തേക്ക് നോക്കി അടിയങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അറിയിപ്പാൻ തക്കൊണ്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കൊണ്ട് തന്നിരിക്കുന്ന ഭാഗ്യപദവിക്കായിട്ട് അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അടിയങ്ങളുടെ ജീവിതത്തിൽ ആയുസിന്റെ ആരംഭം കർത്താവ് എത്രത്തോളം അടിയങ്ങളെ നടത്തിയ വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, അടിയങ്ങളും കർത്താവെ ഓരോ കർത്താവ് ദൈവമേ അടിയങ്ങൾ അനുഭവിക്കുന്ന ഓരോ നന്മകളും കർത്താവെ അവിടുത്തെ ദാനം ഒന്ന് മാത്രമാണെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, കൂട്ടായ്മയില് കടന്നു വന്ന സമയം മുതൽ കർത്താവ് എത്രത്തോളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദിറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. പാട്ടുകൾ പാടുവാന്, പ്രാർത്ഥിപ്പാന്, സങ്കീർത്തനം ധ്യാനിപ്പാന്, ദൈവമേ അങ്ങേ ആരാധിപ്പാനും ഒക്കെ എന്തൊക്കെ കർത്താവെ മക്കളെ ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. കൂട്ടായ്മയിൽ ഇടിയുവാന്റെ കൊണ്ടും സംജീവനം തന്നെ ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ദൈവമേ. കുടുംബമായിട്ട് ഡോക്ടർ വിഷയം കുഞ്ഞുങ്ങളും ഒക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ ദൈവമേ അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കൊണ്ട് നിന്റെ മകനെ ബലപ്പെടുത്തുമാറാണമേ. എല്ലാവിധ നന്മകളാലും നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ. പാട്ടുകൾ പാടുവാൻ കൊണ്ടും കർത്താവെ ദൈവമേ ബീനയെയും കർത്താവെ പ്രസാദിനെയും ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സങ്കീർത്തനം ധ്യാനിപ്പാൻ തക്കൊണ്ട് ലിജിമോളെ എടുത്തുപയോഗിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഓരോ ദിവസവും അടിയങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവമേ അതിന് നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ മുറ്റുമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ ദൈവമേ. ലിജിമോളെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നാട്ടിലായിരിക്കുന്ന ഫാമിലി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കാത്തു പരിപാലിച്ചോളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ. വർഷിപ്പൊക്കെയും നേടിയുവാൻ തക്കണം സഹോദരിയെ ബലപ്പെടുത്തിയ വലിയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്ന വിസാറിനെയും ദൈവമേ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളും മോബിയും ജീനും ആയിരിക്കുന്ന സ്ഥാനത്തും കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കാത്ത് പരിപാലിച്ചോടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവിധ ആവശ്യങ്ങളും കൂടി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് നല്ല വചനം പറഞ്ഞു തരുവാൻ തക്കൊണ്ട് ദൈവമേ സൈന്യത്തിനെ ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിലും പ്രതികൂല കാലാവസ്ഥയിലും ഒക്കെ ദൈവമേ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലൊക്കെയും ദൈവമേ അടിയങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ തക്കൊണ്ട് നിന്റെ മകൻ കാണിക്കുന്ന താല്പര്യത്തിനായിട്ട് കർത്താവെ ദൈവം എടുക്കുന്ന കർത്താവെ താല്പര്യത്തിനായിട്ടൊക്കെ നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിലെ ഇത്രത്തോളം ഞാനും അറിവും കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മർമ്മങ്ങളെ അടിയങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കണത്തിന് മകൻ കൊടുത്തിരിക്കുന്ന വിവേകത്തിനും പരിജ്ഞാനത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നത്. ദൈവമേ കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തക്കണം ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവവചനങ്ങൾ കേൾക്കും മാത്രം തന്നെയല്ല കർത്താവെ തങ്ങളെ തന്നെ ചതിക്കാതെ തന്നെ പ്രമാണിക്കുവാൻ തക്കണം ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാണോ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പീഡനങ്ങളിൽ കൂടി കഷ്ടങ്ങളിൽ കൂടിയൊക്കെയും കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളി പറയുവാൻ അടിയങ്ങൾക്ക് ഒരിക്കലും ഇടയാകരുത് തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വിശ്വാസത്തിൽ സ്ഥിരതയോടെ കൂടി നിൽപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുമാറാണോ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ അനേക കുറവുകളും കുറ്റങ്ങളുള്ളവരാണ്. വിശ്വാസികളായി പോകുന്ന പലവിധമായിട്ടുള്ള കുറവുകൾ അടിയങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെ. എന്നാലും കർത്താവെ ദൈവമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവെ ബലപ്പെടുത്തുമാറാണമേ ശക്തീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ഞങ്ങൾക്ക് വചനത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞു തന്നല്ല കർത്താവെ. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവെ മക്കളെയൊക്കെ ഞങ്ങളെ കർത്താവെ ദൈവമേ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് കർത്താവെ ദൈവമേ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശ്വാസത്തിൽ ഉറപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. എന്തെല്ലാം പീഡനങ്ങൾ വന്നാലും നിന്നെ സേവിപ്പാനും കർത്താവെ
ദൈവമേ നിന്നിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിന്നെ അനുഗമിപ്പാൻ തക്കവണ്ണം കർത്താവെ ആ ജീവകിരീടം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമാറാണോ പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാനായിട്ട് അടിയങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഈ സമയത്ത് ദൈവമേ മധ്യസ്ഥ പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അടിയങ്ങൾക്ക് നൽകി തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും കൃപകൾക്കായിട്ടും ദൈവമേ പ്രാർത്ഥനകൾക്കൊക്കെയും തന്നിരിക്കുന്ന മറുപടികൾക്കായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും പേരായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കൂടി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. എബ്രാം മൃഗനെയും ഇനിയും കർത്താവെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ നിന്റെ മക്കൾക്കൊക്കെയും കൊടുത്തിരിക്കുന്ന താല്പര്യത്തിനും കർത്താവ് ചെയ്യുന്ന വേലകൾക്കൊക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. രണ്ടുപേരുടെയും ജോലി കാര്യങ്ങൾ അവിടുത്തെ കൃപാ സാന്നിധ്യം കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ആൽവിനും മെർലിനും ആയിരിക്കുന്ന സ്ഥാനത്ത് കാത്തു പരിപാലിച്ചോളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ജെസ്സിയെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മെർലിൻ മോളായിരിക്കുന്ന സ്ഥാനത്തും കാത്തു പരിപാലിച്ചോളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ ഷാജിയെ ഫ്രണ്ട്സ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കുമാറാണ്. അവരുടെ ആവശ്യങ്ങൾ കൂടി സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ജിജയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കൂടി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ജെയ്സണെയും ജെൻസിയെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കൂടി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യവും ക്ഷീണമൊക്കെയുള്ള അവസരങ്ങൾ ദൈവമേ അവിടുത്തെ കൃപാ സാന്നിധ്യം കൂടിയിരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ബ്രാഹ്മണനെ അമ്മച്ചെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും കർത്താവെ ദൈവമേ ആയുസ് കൊടുക്കുന്നതിനൊപ്പം ആരോഗ്യം കൊടുത്ത് പരിപാലിച്ചോളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ ഈ സമയത്ത് കർത്താവെ ദൈവമേ കടന്നു വരുവാൻ കഴിയാതെ പോയ എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തങ്ങമാമയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്തിനു മാളിപ്പോൾ യാത്രയിലായിരിക്കുന്നു. കരയിൽ കൂടി വായിൽ കൂടി ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളെങ്കിൽ പരിപാലിച്ച് തക്ക സമയത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഭവനത്തിൽ ചെന്ന് ചേരുവാൻ തക്കോണം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം കണ്ടിരിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കർത്താവ് പ്രാർത്ഥിക്കാൻ കർത്താവ് കടന്നിട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാന്ന് കടന്നു വരുവാൻ കഴിയാതെ പോയ ബൈജുവാൻസ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റോമാജോയി കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഈ സമയത്ത് കർത്താവെ ബർത്ത്ഡേയ്സും വെഡിങ് ആനിവേഴ്സറീസും ഒക്കെ ലഭിച്ച എല്ലാ മക്കളെയും ദൈവമേ അനുഗ്രഹിക്കുമാറാണ്. അവർക്കൊക്കെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും കൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ജീവിതവും ദൈവമേ നിനക്ക് വേണ്ടി ജീവിപ്പാൻ തക്കൊണ്ട് ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ വാർദ്ധക്യത്തിലും പ്രായാധിക്യത്തിലും ഒക്കെ ആയിരിക്കുന്ന അടിയങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെയും മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള ആരോഗ്യവും ദൈവമേ വാർദ്ധക്യ സജ്ജമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും ആപത്തിൽ നല്ലൊക്കെ വിടുവിച്ച് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകി പരിപാലിച്ചോളുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ യുവജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തും ഒക്കെ ആയിട്ട് കഴിയുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ കൂടി സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ സാക്ഷ്യമായി നിൽപ്പാൻ തക്കൊണ്ട് ഓരോ മക്കളെ അവിടുന്ന് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാണോ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാലാഷ്ണൊക്കെ വിടിച്ചോളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എൽസമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞിന് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പരിപൂർണ്ണ സൗഖ്യവും പ്രാപിച്ച കർത്താവ് എത്രയും പെട്ടെന്ന് ഭവനത്തിൽ കടന്നു വരുവാൻ തക്കണം കുഞ്ഞിനെ ബലപ്പെടുത്തുമാറാണമേ. ഷിബിനെയും ബ്ലസ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കൂടി ഇരുന്ന് കൊടുത്ത അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിജയവൈദ്യനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ പ്രാർത്ഥിപ്പാൻ കണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധമായിട്ടുള്ള രോഗങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിന്റെ ഭാരത്തിലായിരിക്കുന്നവരെ, കിഡ്നിയുടെ ഭാരത്തിലായിരിക്കുന്നവരെ, ക്യാൻസറിന്റെ ഒക്കെ ഭാരത്തിലായിരിക്കുന്നവരെ, ലങ്സിന്റെ, ലിവറിന്റെ അങ്ങനെ പലവിധമായിട്ടുള്ള രോഗങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പ്രകൃതിയുടെ ക്ഷോഭത്തിലും പ്രകൃതി കാലാവസ്ഥയുടെ പ്രകൃതി ക്ഷോഭങ്ങളിലും ഒക്കെ അകപ്പെട്ട് കർത്താവ് അനേക ദുരിതം അനുഭവിക്കുന്നു കർത്താവെ. അവരൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കൂടി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇസ്രായേലിനൊക്കെ യുദ്ധത്തിന്റെ ഗതിയിലൊക്കെ അനേക ദുരിതം അനുഭവിക്കുമ്പോൾ എന്റെ ദൈവമേ ദൈവിക സ്നേഹത്താൽ ഓരോരുത്തരും പിടിക്കപ്പെടുവാൻ തക്കൊണ്ട് ലോകരാഷ്ട്രത്തിന്റെ നേതാക്കന്മാരൊക്കെ ദൈവ സ്നേഹം കണ്ടെത്തുവാൻ തക്കൊണ്ട് ദൈവമേ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നവരെ ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗദി അറേബ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യവും ന്യായവും നീതിയും ഒക്കെ പ്രവർത്തിപ്പാൻ തക്കൊണ്ട് ഓരോ മക്കളെയും ഒരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവെ ദൈവമേ കർത്താവെ ഇന്ത്യയിലെ
കർത്താവ് നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ പീഡനങ്ങളെ അനുഭവിക്കുന്ന ദേശങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ ദൈവിക വില വർദ്ധിച്ചു വരുവാൻ തക്കൊന്നും കർത്താവെ പീഡനം വർദ്ധിക്കുമ്പോൾ ദൈവ വിലയും കർത്താവെ ദൈവമായിട്ട് വർദ്ധിക്കുന്നതിനാട് സ്തോത്രം ചെയ്യുന്ന നാല പീഡനത്തിൽ നിന്നൊക്കെ ദൈവമേ മക്കളെ ഒരുക്കി കർത്താവെ ദൈവമേ അവിടുന്ന് സൂക്ഷിച്ചോളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സന്ദേശങ്ങളുടെ ഞങ്ങളുടെ കൂട്ടായ്മയെ മുറ്റുമായിട്ട് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിപ്പാൻ വിട്ടുപോയ വിഷയങ്ങളൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊന്നും കടപ്പെടാതെ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ കൂടി സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദൈവം അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കൊണ്ടാടിയങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മാനവത്തോടെ നടക്കണം. യേശുവിന്റെ നാമത്തിൽ താഴ്മടിയായിരിക്കുന്നു. കൃപയോടെ കേട്ട് എന്നോടെ ഉത്തരവാണമേ. അമേൻ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. അച്ഛൻ ആശീർവാദം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാരെ യഹോവായേ മഹോന്നത പരനെ വന്ദനം മനസ്സറിവുടയ മഹോന്നത പരനെ വന്ദനം. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓക്കെ. ബൈ. ബൈ. താങ്ക് യു. Bless.